നമസ്കാരം, ഞാൻ ഡോക്ടർ ബിസ്മിത. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ആർത്തവ ക്രമക്കേടുകൾ അഥവാ മെൻസ്ട്രൽ ഇറഗുലാരിറ്റിയെ കുറിച്ചാണ്. പ്രായപൂർത്തിയായ സാധാരണ ഒരു സ്ത്രീയിൽ 28 ദിവസം കൂടുമ്പോഴാണ് പീരിയഡ്സ് കണ്ടുവരുന്നത്. എന്നാൽ വളരെ ചുരുക്കം ചിലരിൽ മാത്രം 21 ദിവസം മുതൽ 35 ദിവസം വരെ ഇത് വേരിയേഷൻസ് കാണാറുണ്ട്. ഈ ഒരു വേരിയേഷൻ സാധാരണഗതിയിൽ പേടിക്കേണ്ട ആവശ്യമില്ല. ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ടാവാം ഈ ഒരു വേരിയേഷൻ വരുന്നത്. എന്നാൽ ഇതിൽ കൂടുതൽ വേരിയേഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തുടക്കത്തിലെ ചികിത്സ എടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അതിലൂടെ കോംപ്ലിക്കേഷൻസ് കുറയ്ക്കാനും സഹായിക്കുന്നു. ഹോർമോണൽ ഇംബാലൻസ്, തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ, മാനസിക സമ്മർദ്ദം, അമിതമായിട്ടുള്ള വ്യായാമം, ലോങ് ഡ്രൈവ് പോവുക, ഇതുപോലുള്ള ധാരാളം കാരണങ്ങൾ കൊണ്ട് ഈ പ്രശ്നം ഉണ്ടാകാറുണ്ട്. എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു വാക്കാണ് PCOS എന്ന് പറയുന്നത്. ഒട്ടുമിക്ക പേരിലും ഇത് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ കാരണം. ഇത് ഉള്ളവരിലാണ് കൂടുതലായും പീരിയഡ്സിന്റെ പ്രശ്നങ്ങൾ കാണുന്നത്. എന്നാൽ ഇവിടെ പറ്റുന്ന ഒരു തെറ്റെന്ന് പറയുന്നത് PCOS ഉള്ളവരിലുള്ള സിംറ്റംസ് അനുസരിച്ചായിരിക്കും പലരും ട്രീറ്റ്മെന്റ് എടുക്കുന്നത്. അമിതമായിട്ടുള്ള രക്തസ്രാവമാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിലോ അല്ലെങ്കിൽ അടിവയറ് വേദന പോലുള്ള ബുദ്ധിമുട്ടുകളാണെങ്കിലും പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെന്റ് എടുത്തത് മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കും. എന്നാൽ അമിനോറിയ അഥവാ ആബ്സെൻസ് ഓഫ് പീരിയഡ്സ് എന്ന് പറയുന്ന കണ്ടീഷനാണ് നിങ്ങൾക്കെങ്കിൽ നിങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ അതിനെ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കാതെ കൊണ്ട് നടന്ന് വേഴ്സ് ആവാനുള്ള കണ്ടീഷൻസ് കൂടുതലാണ്. ഇനി പറയുന്നത് ഇതിന്റെ ചികിത്സാ വിധികളെ കുറിച്ചാണ്. ധാരാളം മെഡിസിൻസ് ഇതിന് അവൈലബിൾ ആണ്. ചെറിയ ചെറിയ വേരിയേഷൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ക്രമീകരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് പൂർണ്ണ പരിഹാരം കിട്ടുന്നതാണ്. എന്നാൽ അത് നിരന്തരം നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ടുള്ള കാരണം കണ്ടെത്തി ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ഹോർമോണൽ തെറാപ്പി എടുക്കാവുന്നതാണ്. തൈറോയിഡിന്റെ പ്രശ്നമാണെങ്കിൽ തൈറോയിഡ് ക്രമീകരിക്കുന്നതിലൂടെ പരിഹരിക്കാൻ കഴിയുന്നതാണ്. സിദ്ധ ആയുർവേദ വിധിപ്രകാരം ധാരാളം മരുന്നുകൾ ഇതിന് അവൈലബിൾ ആണ്. നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ ഒരു മരുന്നാണ് ത്രിബലാതി ചൂർണം 1 ടീസ്പൂൺ എടുത്ത ശേഷം അതിൽ ശർക്കര മേമ്പൊടി ചേർത്ത് രാത്രി കിടക്കാൻ നേരം കഴിക്കുന്നത് ഏറ്റവും നല്ലൊരു മരുന്നാണ്. ഇനി പറയുന്നത് ഒരു ഒറ്റമൂലിയാണ്. ആടലോടകത്തിന്റെ ഇല വാട്ടിപ്പിഴിഞ്ഞ നീര് 15 ml എടുത്ത് അതിലേക്ക് ശർക്കര മേമ്പൊടി ചേർത്ത് വെറും വയറ്റിൽ തുടർച്ചയായി 15 ദിവസം രാവിലെ കഴിക്കുന്നതിലൂടെ നിങ്ങൾക്കുണ്ടാവുന്ന പ്രശ്നം എന്ത് തന്നെയായിരുന്നാലും ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിയുന്നതാണ്. ഈ മരുന്നുകൾ ചെയ്യുന്നതിലൂടെ തന്നെ നിങ്ങളുടെ പീരിയഡ്സിന്റെ പ്രശ്നം എന്താണെന്ന് ശരിയായി കണ്ടെത്താൻ ശ്രമിക്കുക. ആ പ്രശ്നം പരിഹരിക്കുന്നതിലൂടെ പീരിയഡ്സ് കറക്റ്റ് ചെയ്യാനും ശ്രമിക്കാവുന്നതാണ്. ഒരു രീതിയിൽ ചിന്തിച്ചാൽ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്കുള്ള ഒരു ഗുണമാണ് പീരിയഡ്സ് എന്ന് പറയുന്നത്. കാരണം നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെങ്കിൽ അത് പീരിയഡ്സിനെ കാര്യമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പീരിയഡ്സിലെ വേരിയേഷൻസ് വെച്ച് നിങ്ങളുടെ അസുഖം കണ്ടെത്താനും കഴിയുന്നതാണ്. സോ നിങ്ങളുടെ പീരിയഡ്സിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തുടക്കത്തിലെ കണ്ടെത്തി ട്രീറ്റ്മെന്റ് എടുത്ത് പൂർണ്ണമായും പരിഹരിക്കാൻ ശ്രദ്ധിക്കുക. ആർത്തവ ക്രമക്കേടുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാണുക. കൂടുതൽ കൺസൾട്ടേഷനും സംശയങ്ങൾക്കും ഞങ്ങളുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ.